RS ഫുട്ബോൾ ഫാമിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഇന്നലെ രാത്രി നടന്ന സ്പെയിൻ വിസസ് സൗദി അറേബ്യ മത്സരത്തെ കുറിച്ചാണ്. ആദ്യ മത്സരം കേപ്പ് വെർഡയുടെ കൂടെ സമനിലയായപ്പോ സ്പെയിനൊക്കെ തീർന്നടെ എന്ന് പറഞ്ഞ ചങ്ങായിമാർക്ക് പോയി എവിടെയാണെന്ന് അറിയില്ല. ഫസ്റ്റ് ഹാഫിൽ തന്നെ 3 ഗോളിന്റെ ത്രസിപ്പിക്കുന്ന അത് എന്താ കാരണം എന്ന് പറഞ്ഞാൽ ആദ്യ മത്സരത്തിൽ ഒയർസബാൽ എന്ന് പറയുന്ന സ്ട്രൈക്കർക്ക് 30 മിനിറ്റ് സ്പെയിനിന്റെ മിഡ്ഫീൽഡർമാരും വിങ്ങേഴ്സും ഒന്നും ബോൾ എത്തിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ 25 മിനിറ്റ് തേക്കുന്നതിനുള്ള സൗദി അറേബ്യന്റെ ഗോൾ പോസ്റ്റിനോട് 2 എണ്ണം പറഞ്ഞ ഗോളുകൾ ഈ ഒയർസബാൽ എന്ന് പറഞ്ഞ ചങ്ങായി അടിച്ചിട്ടുള്ളത്. ഈ ചങ്ങായിയാണ് ഇന്ന് മാൻ ഓഫ് ദി മാച്ച് തൂക്കിയിട്ടുള്ളത്. സാക്ഷാൽ ലെമ്യൂൻ യമാൽ സ്റ്റാർട്ടിംഗ് ലൈനപ്പിൽ വന്നപ്പോൾ തന്നെ കളിയുടെ ഗതിയൊന്നും മാറി എന്ന് പറയാം. എമ്മാതിരി സ്പീഡായിരുന്നു. സൗദി എന്താ പറയാ, സൗദിക്ക് അറ്റാക്ക് ചെയ്യണോ ഡിഫൻസ് ചെയ്യണോ മിഡിലൊന്നും ആരും ഇല്ല. എന്താ പറഞ്ഞാൽ സൗദിക്ക് എന്താ നടക്കുന്നത് അറിയാതെ തുടങ്ങി 25 മിനിറ്റുള്ള 3 ഗോളാണ്. പിന്നെ സബ്സ്റ്റിറ്റ്യൂട്ടും കാര്യങ്ങളൊക്കെയാണ്. ഈ ഒരു കളി ആ ഒരു ഫസ്റ്റ് മാച്ചിൽ ചെയ്തിരുന്നെങ്കിൽ എബർഡിക്കെതിരെ ആ യമാലിനെയും അതേപോലെ തന്നെ ഈ ഫെറാൻ ടോറസിനെയൊക്കെ സെക്കൻഡ് ഹാഫിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ആദ്യ കളിയിൽ നോക്കിക്കഴിഞ്ഞാൽ ലോറന്റെയും അതേപോലെ തന്നെ ഗാവിയും ഫെറാൻ ടോറസൊക്കെയാണ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. ഫാബിയൻ റൂയിസ് ഒക്കെ. പെഡ്രോ പൊറയും അതേപോലെ തന്നെ അലക്സ് ബയാനിയും അതേപോലെ തന്നെ ഓൽമോയും ലെമീനമാലും കൂടി വന്നതോട് കൂടിയിട്ട് ടീമിന്റെ സ്റ്റാർട്ടിംഗ് ലെവലിൽ ആ ഒരു വൈബന്നെ മാറി എന്ന് പറയാം. എമ്മാതിരി അറ്റാക്കിംഗ് ആണ്. സൗദി നിന്ന് ഇങ്ങനെ അന്താളിച്ച് പോവാന്ന് പറയില്ലേ. അതിന്റെ തഴയ മത്സരത്തിൽ കേപ്പട്ടിയുടെ മത്സരം കഴിഞ്ഞ സൗദി ഫാൻസ് പറയുന്നത് വേറീസ് യമാൽ 10-ാം മിനിറ്റിൽ തന്നെ യമാലി സി എന്ന് പറഞ്ഞിട്ട് കാണിച്ചു കൊടുത്ത ആ ഗോള്. ഫൈസബാല് ആ അസിസ്റ്റ് കൊടുത്തത് കിടിലൻ ഒരു ഗോളിലൂടെ യമാല് തന്റെ 18-ാമത്തെ വയസ്സിൽ വേൾഡ് കപ്പിലെ ആദ്യ ഗോള് തേക്കാണ്. കഴിഞ്ഞ മത്സരത്തിൽ സ്റ്റാർട്ടിംഗ് ലെവൽ കഴിഞ്ഞ മത്സരത്തിൽ കോച്ച് എന്താ ഉദ്ദേശിച്ചത് പറഞ്ഞാൽ ഈ കേപ്പ് വെർഡേക്ക് അല്ലേ അവരുടെ കൂടെ കളിച്ച് 1-2 ഗോളൊക്കെ ഇട്ട് സെക്കൻഡ് ഹാഫിൽ യമാലിലേക്ക് ഇറക്കി ഒന്ന് വാമപ്പ് ചെയ്യാന്നുള്ള തീരുമാനം. പക്ഷെ കേപ്പ് വെർഡെ അവര് തോറ്റു കൊടുക്കാൻ മനസ്സില്ലാതെ വന്ന ടീമായിരുന്നു. അതുകൊണ്ട് അവര് തോൽവി ആ സമനില മതി അവർക്ക് വിജയത്തെക്കാളും സ്പെയിനെ പോലെ ഒരു ടീം ഈ വേൾഡ് കപ്പിലെ ഫേവറേറ്റഡ് ആയ ഒരു ടീമിനെയാണ് ആ ഫസ്റ്റ് കളിയിൽ ഗോൾ രഹിത സമനില. അത് നോക്കണം, ഗോൾ രഹിത സമനിലാണ്. 7 ഷോട്ടുകളാണ് അവരുടെ ആ 41കാരനായ ആ ഒരു ഗോൾ കീപ്പർ തടുത്തു എന്നുള്ളത് മാൻ ഓഫ് ദി മാച്ച് എന്നിട്ട് ചങ്ങായി തൂക്കിയത്. സാക്ഷാൽ പെലയ്ക്ക് ശേഷം ഈ 18 വയസ്സിന് താഴെ 18 വയസ്സും പെല 17 വയസ്സിലേക്ക് ആദ്യ വേൾഡ് കപ്പ് ഗോൾ സ്കോർ ചെയ്യുന്ന അതങ്ങനത്തെ രണ്ടാമത്തെ താരമായിരിക്കും ഈ ലെമീൽ യമാൽ എന്ന് പറയുന്ന ഈ ചങ്ങായിയുടെ ആ ഒരു ഫസ്റ്റ് കളി തുടങ്ങിയ മുതൽ എമ്മാതിരി അഗ്രഷനും അതേപോലെ തന്നെ ആ ഒരു പാസിങ്ങും. ബാഴ്സലോണയിൽ എന്താണ് യമാൽ ഉണ്ടായിരുന്നത്, എന്താണ് ബാഴ്സലോണയ്ക്ക് യമാൽ, അതേപോലെ തന്നെയാണ് ഈ ലെമീൽ യമാൽ എന്ന് പറയുന്ന ലക്ഷ്മി അമ്മാൾ. നമ്മുടെ ഈ തമിഴ്നാട്ടിലെ ആ ഒരു അമ്മ പറയുന്നില്ലേ, ലക്ഷ്മി അമ്മാളുടെ ജേഴ്സി. ആ അമ്മാതിരി പ്രകടനം. എന്റെ പൊന്നു, ഒരു രക്ഷയില്ല. ചങ്ങായിയുടെ കളിയുടെ ആ ടച്ചൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ലെമിൻ അമാലിന്റെ ഇന്നത്തെ പ്രകടനം നോക്കിക്കഴിഞ്ഞാൽ 1 ഗോള്, പിന്നെ 5 ഷോട്ടുകൾ, അതേപോലെ തന്നെ 52 ടച്ച്, 2 സക്സസ്ഫുൾ ട്രിബിള്, 1 കീ പാസ്, 2 ഡിഫൻസീവ് കോൺട്രിബ്യൂഷൻ, അതേപോലെ തന്നെ 3 ഗ്രൗണ്ട് ഡ്യുവൽ വിന്നും. പിന്നെ ഈ ചങ്ങായി അടിച്ചുകൂട്ടാത്ത ടൂർണമെന്റ് ഇല്ല. ഗോൾ അടിച്ചുകൂട്ടാത്ത ടൂർണമെന്റ് അവസാനമായിട്ട് വേൾഡ് കപ്പിൽ അടിച്ചിരിക്കുകയാണ്. ഈ 18 വയസ്സ് തികയുന്നതിന്റെ ഉള്ളിൽ സ്പാനിഷ് സൂപ്പർ കപ്പ്, കോപ്പ ഡെൽ റേ, ചാമ്പ്യൻസ് ലീഗ്, ലാ ലീഗ്, വേൾഡ് കപ്പ് ക്വാളിഫയർ, നാഷൻസ് ലീഗ്, യൂറോപ്യൻ ചാമ്പ്യൻഷിപ്പ്, അതേപോലെ തന്നെ വേൾഡ് കപ്പിലും ഗോൾ അടിച്ചിരിക്കുകയാണ്. ഈ 18 വയസ്സാണെന്ന് ആലോചിക്കണം. ആ ഒരു ടീമിനെ തന്നെ മെന്റാലിറ്റി മാറ്റാൻ വേണ്ടിയിട്ട് ആ ഒരൊറ്റ പ്ലെയർ മതി. സെക്കൻഡ് ഹാഫിൽ ഒരു കൊക്കറേലയുടെ ഒരു ടച്ചിലൂടെയാണ് ആ ഒരു ഓൺ ഗോൾ വരുന്നത്. സൗദി ഗോൾ കീപ്പറുടെ പരിശ്രമം കൊണ്ടാണ് ഈ ഒരു 4 ഗോളിൽ നിന്നെന്ന് പറയാം. അതേപോലെ തന്നെ സെക്കൻഡ് ഹാഫ് കളി ഒന്ന് സ്ലോ ഡൗൺ ചെയ്തിട്ടാണ് കളിച്ചിട്ടുണ്ടായിരുന്നത് സ്പെയിൻ. എന്താ പറഞ്ഞാൽ പരുക്കളും കാര്യങ്ങളൊക്കെ ആയിരിക്കും. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ കുറച്ചുകൂടി ഗോൾ സ്കോർ ചെയ്യാൻ എന്താ പറഞ്ഞാൽ അടുത്തൊരു മത്സരം ഉറുഗ്വേ ആയിട്ടുള്ള മത്സരം നിർണായകമാണ്. അതേപോലെ ഉറുഗ്വേക്ക് കേപ്പ് വെർഡെ എന്ന് പറഞ്ഞ മത്സരം ഇപ്പോൾ TV നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് എന്താവും എന്നുള്ളത് കൂടി ആയിരിക്കും ഗ്രൂപ്പ് ചാമ്പ്യന്മാർ. എന്താ പറഞ്ഞാൽ 2ാം സ്ഥാനത്ത് പോയി കഴിഞ്ഞാൽ പല പ്രശ്നങ്ങളും വരാൻ പോകുന്നുണ്ട്. എന്താ പറഞ്ഞാൽ ഗ്രൗണ്ട് 32 ചിലപ്പോൾ അർജന്റീന ആയിരിക്കും എതിരാളികൾ. അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഒഴിവാവാൻ വേണ്ടിയിട്ടുണ്ടെങ്കിൽ അവർ ഗ്രൂപ്പ് ചാമ്പ്യന്മാരായിട്ട് തന്നെ മുന്നോട്ട് പോകണം. ഇനി അടുത്ത മത്സരം ഉറുഗ്വയാണ്. ഉറുഗ്വയ്ക്കും ഈ ഒരു മത്സരമായിരിക്കും ചിലപ്പോൾ ഗ്രൂപ്പ് ചാമ്പ്യന്മാരെ നിർണ്ണയിക്കാൻ പോകുന്നത്. അതേപോലെ തന്നെ ഒയർസബാലിനെ എന്തിനാണ് ഈ ചങ്ങായിന് ഒരു 30 മിനിറ്റ് ഒരു മരം വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ തട്ടിയിട്ട് ചിലപ്പോൾ ഗോളായിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞു. പക്ഷെ അയാളിലേക്ക് പാസ് എത്തുന്നില്ല. ആളുടെ കോൺട്രിബ്യൂഷൻ നോക്കി കഴിഞ്ഞാൽ അവസാനത്തെ 21 ഗോൾ കോൺട്രിബ്യൂഷനാണ്. അവസാനത്തെ 13 മാച്ചുകളിൽ 14 ഗോളും 7 അസിസ്റ്റുമാണ്. ഒരു കളിയിലാണ് ആൾക്ക് ഒരു ഇത് പാടിയതെന്ന് ആലോചിക്കണം. അങ്ങനെ കിടിലൻ പെർഫോമൻസ് ആണ് ഈ ഒയർസബാൽ ഇന്ന് മാൻ ഓഫ് ദി മാച്ച് തൂക്കിയിട്ടാണ് സ്പെയിനിന് വേണ്ടിയിട്ട് മിന്നും ഫോമിലാണ്. അപ്പോൾ ഓർത്ത് വെച്ചോളൂ, സ്പെയിന് ഇറങ്ങിയിട്ടുണ്ട്. എന്താ പറഞ്ഞാൽ കേപ്പ് വെർഡെക്കെതിരെ ഒരു കാലടറിപ്പോയി. അത് കോച്ചിന്റെ മാത്രം, വേറെ ഞാൻ ആരെയും കുറ്റം പറയുന്നില്ല. എന്താ പറഞ്ഞാൽ അവിടെ തോൽവി സമ്മതിക്കാതെ ആ ഒരു ഗോൾ കീപ്പർ ഇങ്ങനെ നെഞ്ചും വിരിച്ചു നിന്നപ്പോൾ വേറെ വഴിയൊന്നുമില്ല. 7ഓളം ഓൺ ടാർഗറ്റ് ഗോളുകളാണ് ആ ചങ്ങായി കിടിലൻ സേവുകൾ നടത്തിയത്. പിന്നെ 1-2 ബോൾ ബാറിലും തട്ടി പോകുന്നുണ്ട്. പിന്നെ എന്താ പറയുക,
അപ്പോൾ ഈ ഗ്രൂപ്പിൽ ഇപ്പോഴത്തെ ഒരു സ്ഥിതിയിൽ 4 പോയിന്റുമായിട്ട് സ്പെയിനാണ് ടോപ്പിൽ. ഇനി ഉറുഗ്വ കേപ്പ് വെർഡെ മത്സരം നടക്കാൻ പോകുന്നുണ്ട്. ഇനിയിപ്പോൾ സ്പെയിനുള്ള മത്സരം ഉറുഗ്വ ആയിട്ടാണ്. അപ്പോൾ ആ ഒരു മത്സരത്തിലായിരിക്കും വിധി നിർണ്ണയിക്കാൻ പോകുന്ന ഗ്രൂപ്പ് ചാമ്പ്യന്മാർ ആരായിരിക്കും എന്നുള്ള കാര്യം. ശരിക്കും സൗദിക്ക് എന്താണ് പറ്റിയത്? സൗദി ഉറുഗ്വേന്റെ കൂടെ ആ ഫസ്റ്റ് ഹാഫിൽ നെട്ടിച്ചതാണ് ഉറുഗ്വേനെ. ഉറുഗ്വേനെ നെട്ടിക്കുക എന്ന് പറഞ്ഞാൽ അമ്മാതിരി പെർഫോമൻസാണ് നടത്തിയിട്ടുണ്ടായിരുന്നത്. നെട്ടിപ്പോയി സൗദി. അപ്പോൾ ചില കമന്റുകൾ വന്നിട്ടുണ്ടായിരുന്നു, സൗദിയോട് തോൽക്കുന്നത് ഉറുഗ്വേയുടെ കോച്ചിന്റെ പ്ലാൻ ആയിരിക്കും. എന്താ പറഞ്ഞാൽ സൗദിയോട് തോറ്റു കഴിഞ്ഞാൽ വേൾഡ് കപ്പ് അടിക്കാന്നുള്ള ചില കിംവദന്തികൾ ഉണ്ടല്ലോ. കഴിഞ്ഞ പ്രാവശ്യം അർജന്റീന സൗദിയോട് ഫസ്റ്റ് മത്സരത്തിൽ തോറ്റിട്ടാണ് അവർ വേൾഡ് കപ്പ് അടിക്കുക. അതേപോലെ നോക്കിയാലോ എന്ന് വിചാരിച്ചു. ഒരു ഗോളിന് പുറകിലായിരുന്നു ആര്, ആ ഫസ്റ്റ് ഹാഫിൽ ആ കിടിലൻ പെർഫോമൻസിന്റെ ഫലമായിട്ട് തന്നെ സൗദി അറേബ്യ 41 മിനിറ്റിൽ ഉറുഗ്വൻ വലക്കലുക്കാണ്. പിന്നെ സെക്കൻഡ് ഹാഫ് തുടങ്ങിയ മുതൽ ഉറുഗ്വ ട്രാക്ക് മാറ്റി ഉറുഗ്വ ശരിയായ പ്രസ്സിങ്ങും അതേപോലെ തന്നെ അറ്റാക്കിങ് തുടങ്ങി. അതിന്റെ ഫലമായിട്ട് 81 മിനിറ്റിലാണ് ഉറുഗ്വ സമനില ഗോൾ നേടുന്നത്. അതിനുശേഷവും സെക്കൻഡ് ഹാഫിൽ ചിത്രത്തിൽ പറഞ്ഞാൽ സൗദി അറേബ്യ ചിത്രത്തിലില്ല. അതിന്റെ ബാക്കി പത്രമായിരുന്നു ഇന്ന് സ്റ്റാർട്ടിങ്ങിലും തുടങ്ങിയത്. പിന്നെ സെക്കൻഡ് ഹാഫിലാണ് ഒന്ന് സൗദി ഒന്ന് എന്താ പറയുക കുറച്ചുകൂടി ഡിഫൻസ് സെറ്റായിട്ട് ഗോളുകൾ വഴങ്ങാതെ നിൽക്കാൻ വേണ്ടിയിട്ട് കുറച്ച് എന്താ പറയുക കിടിലനായിട്ട് പെർഫോമൻസ് നടത്തിയത്. അപ്പോൾ സൗദിയുടെ പോക്ക് എന്ന് പറഞ്ഞാൽ അവിടെ കേപ്പ് വെർഡെ ഒരു ഗോൾ അടിച്ചിട്ടുണ്ട് ഉറുഗ്വേയായിട്ടുള്ള കളിയിൽ. വീഡിയോ ചെയ്യുന്നതിനിടയിൽ സംഭവം കളി നടന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ കേപ്പ് വെർഡെ വീണ്ടും എന്താ പറയാ ഈ വേൾഡ് കപ്പിൽ അവരുടെ ആദ്യ ഗോൾ അടിച്ചിരിക്കുക കേട്ടോ. വല്ലാത്തൊരു നിമിഷമാണ് അവരുടെ ഫാൻസ് സെലിബ്രേറ്റ് ചെയ്യുന്നത് കാണാൻ. 10-ാം മിനിറ്റിൽ തന്നെ യമാലിന്റെ ഒരു കിടിലൻ ഗോളാണ്. 21-ാം മിനിറ്റിലും 24-ാം മിനിറ്റിലും ഒയർസബാലിന്റെ ഗോളുകൾ കൂടി വന്നതോടുകൂടി ഹാഫ് ടൈമിന് 3-0 പിരിഞ്ഞ്. ഹാഫ് ടൈമിന് ശേഷമാണ് 49-ാം മിനിറ്റിൽ ഒരു ഓൺ ഗോളിലാണ്. പിന്നെ അതിന് ശേഷം കുറെ ശ്രമങ്ങളൊക്കെ നടത്തിയതിന് സൗദിന്റെ ഗോൾ കീപ്പറുടെ മികവ് കൊണ്ടാണ് ഈ ഗോളൊന്നും ആയി മാറാതിരുന്നത്. നമുക്ക് ഇവിടെ സ്റ്റാറ്റ്സ് നോക്കിക്കഴിഞ്ഞാൽ 21 ഷോട്ടുകളാണ് സ്പെയിൻ എടുത്തിട്ടുള്ളത്. അതിൽ 9 എണ്ണം ഓൺ ടാർജറ്റ് ലീഗുകളാണ്. സൗദി ആണെങ്കിൽ 3 ഷോട്ട് എടുത്തിട്ടുള്ള അതിൽ ഒരെണ്ണം മാത്രം ഓൺ ടാർജറ്റ് ലീഗ് വന്നുള്ളൂ. 65% ബാൾ പോസ്റ്റ് ഉണ്ടായിരുന്നു സ്പെയിൻ്റെ ഭാഗത്ത്, 35% മാത്രം സൗദിയുടെ ഭാഗത്തുണ്ടായിരുന്നുള്ളൂ. 639 പാസുകൾ കംപ്ലീറ്റ് ചെയ്തപ്പോൾ സൗദി 238 പാസുകൾ മാത്രമേ കംപ്ലീറ്റ് ചെയ്തുള്ളൂ. 92% പാസിംഗ് അക്യുറസി ഉണ്ടായിരുന്നു. അവിടെ നോക്കിക്കഴിഞ്ഞാൽ വെറും 76% മാത്രമേ പാസിംഗ് അക്യുറസി ഉണ്ടായിരുന്നു സൗദിയുടെ ഭാഗത്ത്. 10 ഫൗളുകൾ കമ്മിറ്റ് ചെയ്തപ്പോൾ സൗദി 2 ഫൗളുകളാണ് കമ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. യെല്ലോ കാർഡ് സൗദിക്ക് 2 ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ ഓഫ് സൈഡ് നോക്കുകയാണെങ്കിൽ 2ഉം 3ഉമാണ്. കോർണേഴ്സ് സ്പെയിനിന് 6 കോർണേഴ്സ് വിൻ ചെയ്തപ്പോൾ വെറും ഒരു കോർണർ മാത്രമാണ് സൗദി അറേബ്യയുടെ ഭാഗത്തുണ്ടായത്. അപ്പോൾ എന്താണ് സ്പെയിനിന്റെ മുന്നോട്ട് പോക്ക്? ഇനി ഉറുഗ്വ ആയിട്ടുള്ള മത്സരം എന്തായാലും ഉറുഗ്വ ഇപ്പോൾ കേപ്പ് വെർഡെ ആയിട്ട് ഒരു ഗോളിന് പുറകിലാണ് നിൽക്കുന്നത്. കളി തുടങ്ങിയിട്ട് ഏകദേശം 23 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ കേപ്പ് വെർഡെ ഒരു ചെറിയ മീനല്ല. അപ്പോൾ സ്പെയിനെ കുറിച്ച് ഈ സീസണിൽ ഈ ഒരു വേൾഡ് കപ്പിൽ സ്പെയിൻ എങ്ങോട്ടാണ് പോക്ക്? എന്താ കാരണം എന്ന് പറഞ്ഞാൽ സ്പെയിനിന്റെ ഈ ഒരു എന്താ പറയുക ഒരു സ്ക്വാഡ് പറഞ്ഞപ്പോൾ തന്നെ ഒരുപാട് പേര് ആ ഫസ്റ്റത്തെ കളിയിൽ സമനില വാങ്ങിയതിൽ ഒരുപാട് പേര് സ്പെയിനെതിരെ ഓടിയിട്ടുണ്ട്. മെയിനായിട്ട് റയൽ മാഡ്രിഡ് ഫാൻസ്. എന്നാൽ റയൽ മാഡ്രിഡിന്റെ ഒരു പ്ലെയർ പോലും ഇപ്പോൾ കുക്കുറല എന്ന് പറയുന്ന സൈൻ ചെയ്യാൻ പോകുന്ന ഒരു പ്ലെയർ മാത്രമാണ് ഇപ്പോൾ നിലവിൽ ആ ഒരു സ്പാനിഷ് സ്ക്വാഡിലുള്ള. ബാക്കി 8ഓളം ബാഴ്സലോണ താരങ്ങളാണ്. പിന്നെ അത്ലറ്റിക്കോ മാഡ്രിഡ് അങ്ങനെ ഒരുപാട് ടീമുകളൊന്നും ഉണ്ട്. അപ്പോൾ അങ്ങനെ ഉള്ളപ്പോൾ അവർ ശരിക്കും ആഘോഷിച്ചു ആ ഫസ്റ്റ് ഉള്ള സമയത്തിൽ. അത് സ്പെയിനിന് അടി കിട്ടി എന്ന് പറയില്ല. അങ്ങനെ കഴിഞ്ഞ പ്രാവശ്യം അർജന്റീനയ്ക്ക് എന്താണ് സൗദി അറേബ്യയ്ക്ക് സംഭവിച്ചത് അതേപോലെ തന്നെ പണി കിട്ടിയത് ഒട്ടും പ്രതീക്ഷിച്ചില്ലായിരുന്നു. അപ്പോൾ ഇതോടുകൂടി ഈ വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ പുതിയ വിശേഷമായി വീണ്ടും കാണാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.